നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിനായി ഗുരുവായൂർ ഒരുങ്ങി. ആഘോഷം ഫെബ്രുവരി 18-19 തീയതികളിലായി. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രാതിനിധ്യമുണ്ടാകുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് വൈവിധ്യമാർന്ന പരിപാടികൾ. കേരളത്തിന്റെ ആരോഗ്യമേഖല ലോകോത്തര നിലവാരം പുലർത്തുന്നതാണെന്ന് മുരളി പെരുന്നെല്ലി MLA. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രണയദിനത്തിൽ സാന്ത്വനം എന്ന പേരിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബസംഗമം മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരെ വെറുപ്പിനെതിരെ ഒരുമയുടെ സംഗീതം എന്ന സന്ദേശമുയർത്തി ദില്ലി ആസ്ഥാനമായ ചാറിയാർ സൂഫി സംഗീത ഗ്രൂപ്പ് ഫെബ്രുവരി 19 ചാവക്കാട് നഗരചതുരത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ശനിയാഴ്ച ധനശേഖരണാർത്ഥം ചങ്ങാതിക്കുറി ഒരുക്കുന്നു. സംഗീത സായാഹ്നത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഹരിതകർമ്മസേന ഫീസ് മാലിന്യത്തോതനുസരിച്ച് ക്രമീകരിക്കുക, തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ട്രേഡ് ലൈസൻസ് പുതുക്കുന്നതിൽ അനാവശ്യമായ നിബന്ധനകൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വാർത്തകൾ വിശദമായി. ഫെബ്രുവരി 18-19 തീയതികളിലായി ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിന് മുന്നോടിയായി എക്സിബിഷൻ പ്രവർത്തനം തുടങ്ങി. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രാതിനിധ്യമുണ്ടാകുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PT കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ NK അക്ബർ MLA, വൈസ് ചെയർമാനും ഗുരുവായൂർ നഗരസഭാ ചെയർമാനുമായ M കൃഷ്ണദാസ്, LSGD തൃശൂർ ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ, പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. ഫെബ്രുവരി 15 20-ൽ പരം തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന വിളംബര ഘോഷയാത്ര നടക്കും. വൈകിട്ട് 7 മണിക്ക് മല്ലാരി ടീം അവതരിപ്പിക്കുന്ന വാദ്യോപകരണ സംഗീത പരിപാടി അരങ്ങേറും. ഫെബ്രുവരി 16 വൈകിട്ട് 7 മണിക്ക് ഇപ്റ്റ നാട്ടരങ്ങ് അവതരിപ്പിക്കുന്ന പാട്ടും പടവെട്ടും എന്ന നവീന നാടൻപാട്ട് ദൃശ്യകലാമേളയും ഉണ്ടാകും. 17 വൈകിട്ട് 6 മണിക്ക് പ്രൊഫസർ RLV രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തത്രയം എന്ന പരിപാടിയും രാത്രി 8 മണി മുതൽ ചലച്ചിത്രതാരം കൃഷ്ണപ്രഭ അവതരിപ്പിക്കുന്ന മെഗാഷോയും ഉണ്ടാകും. ഫെബ്രുവരി 18 വൈകിട്ട് 6 മുതൽ ഗായകൻ P ജയചന്ദ്രൻ അനുസ്മരണാർത്ഥം ഉപാസന എന്ന പരിപാടിയും തദ്ദേശ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 19 സമാപന സമ്മേളനവും പുരസ്കാര വിതരണവും നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫിയും അന്നേ ദിവസം വിതരണം ചെയ്യും. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപന മേധാവികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും പങ്കെടുക്കും. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള സെമിനാറുകൾ, ചർച്ചകൾ എന്നിവ കൂടാതെ കലാരംഗത്തെ പ്രമുഖർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, കലാകായിക മത്സരങ്ങൾ എന്നിവയും നടക്കും. കണിപ്പയൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം വർണ്ണാഭമായി. രാവിലെ വിശേഷാൽ പൂജകൾ, നടക്കൽപ്പറ എന്നിവ ഉണ്ടായി. ഉച്ചയ്ക്ക് 1 മണിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ കരുവന്തല ഗണപതി അന്നംകുളങ്ങര ഭഗവതിയുടെ തിടമ്പേറ്റി. പ്രഗത്ഭരായ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രസിദ്ധമായ മനക്കലെ വരവ് ഉച്ചയ്ക്ക് 1:30 ആരംഭിച്ചു. 16 ആഘോഷ കമ്മിറ്റികൾ പൂരത്തിൽ പങ്കെടുത്തു. 10 കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, വേല ആഘോഷങ്ങളും ഉണ്ടായി. വൈകിട്ട് 6 മണിക്ക് പ്രദക്ഷിണത്തിന് ശേഷം പൂരങ്ങൾ ക്ഷേത്രത്തിൽ കൂട്ടിയെഴുന്നള്ളിച്ചു. 23 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിന് അഴകായി അണിനിരന്നു. വൈകിട്ട് 6 മുതൽ 7:30 വരെ നടന്ന പാണ്ടിമേളത്തിന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായർ നേതൃത്വം നൽകി. ക്ഷേത്രം ഭാരവാഹികളായ T സോമശേഖരൻ, P പരമേശ്വരൻ, E വിശ്വനാഥൻ, അനൂപ് VG എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിന്റെ ആരോഗ്യമേഖല ലോകോത്തര നിലവാരം പുലർത്തുന്നതാണെന്ന് മുരളി പെരുന്നെല്ലി MLA. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രണയദിനത്തിൽ സാന്ത്വനം എന്ന പേരിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ പോലുള്ള മഹാവ്യാധികളെ പൊരുതി തോൽപ്പിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ആരോഗ്യമേഖലയുടെ കരുത്താണ്. രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാകാൻ കഴിയുന്നതാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം.
പാലിയേറ്റീവ് മേഖലയിലും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കേരളത്തിൽ നടത്തിവരുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. ഉയർന്ന മറ്റ് വികസിത പങ്കാളിത്തങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന ആരോഗ്യരംഗം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിരവധി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള നിപ്പ വൈറസും കോവിഡ് വൈറസും അതുപോലെ തുടങ്ങിയിട്ടുള്ള നിരവധി പുതിയ പല രോഗങ്ങളും കെട്ടുകഴിവില്ലാത്ത രോഗങ്ങളും ഇതൊക്കെ വരുമ്പോഴും ജനങ്ങളിൽ പ്രയാസങ്ങളില്ലാതെ അതിനെ മറികടക്കാൻ നമുക്ക് കഴിയുന്നത് സർക്കാർ എടുക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ്. കണ്ടാണിശ്ശേരി വാഴാവിൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള സാരഥി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പാലിയേറ്റീവ് കുടുംബസംഗമത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി DMO ഡോക്ടർ സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ നിവ്യ റനീഷ്, ഷക്കീല ഷമീർ, NA ബാലചന്ദ്രൻ, കണ്ടാണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ആശാപ്രവർത്തകർ, NCC കേഡറ്റുകൾ, സ്കൌട്ട് കേഡറ്റുകൾ തുടങ്ങിയവർ കുടുംബസംഗമത്തിൽ പങ്കാളികളായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് കെയറിലെ രോഗികൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച് നടന്ന കുടുംബസംഗമത്തിൽ പഞ്ചായത്ത് ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾക്ക് പുറമെ ഓട്ടൻതുള്ളൽ, ഗാനാലാപനം തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. പാലിയേറ്റീവ് രോഗികളുടെ മാനസികോല്ലാസത്തിനായി പ്രണയദിനത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഹൃദയത്തിന്റെ മാതൃകയിലുള്ള ബലൂൺ നൽകിയാണ് സ്വീകരിച്ചത്. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചത്. പെരുമ്പിലാവിൽ പോലീസ് സ്റ്റേഷൻ വേണമെന്നാവശ്യപ്പെട്ട് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടി പോലീസുകാർ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ IPSന് അപേക്ഷ കൈമാറി. പെരുമ്പിലാവിൽ പോലീസ് സ്റ്റേഷൻ വേണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ്. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് കടവല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പെരുമ്പിലാവ് ജംഗ്ഷൻ. ഇവിടെ ആവശ്യമായ പോലീസുകാർ ഡ്യൂട്ടിക്ക് ഉണ്ടാകാറില്ല. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള മേഖലയിൽ ലഹരി മാഫിയകൾ പിടിമുറുക്കിയിട്ടുമുണ്ട്. പോലീസ് സഹായം തേടിയാൽ കുന്നംകുളത്ത് നിന്ന് പോലീസ് എത്തേണ്ട സ്ഥിതിയാണ്. അക്രമങ്ങൾ വർദ്ധിക്കുക കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ തുടങ്ങാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ നേതൃത്വത്തിലാണ് അപേക്ഷ കൈമാറിയത്. ഗുരുവായൂർ ക്ഷേത്രദർശനത്തിനായി നടന്നു പോവുകയായിരുന്ന 2 സ്ത്രീകൾക്ക് ബൈക്കിടിച്ച് പരിക്കേറ്റു. തൈക്കാട് സ്വദേശികളായ ആലിക്കൽ വിജയലക്ഷ്മി, ഓടാട്ട് സതി രാജീവൻ എന്നിവർക്കാണ് പരുക്ക്. പുലർച്ചെ 5:30 മാവിൻ ചുവട് വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ഇരുവരെയും ആക്സ് ആംബുലൻസ് പ്രവർത്തകർ മുതുവട്ടൂർ രാജാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വർഗീയതയ്ക്കെതിരെ, വെറുപ്പിനെതിരെ ഒരുമയുടെ സംഗീതം എന്ന സന്ദേശമുയർത്തി ദില്ലി ആസ്ഥാനമായ ചാറിയാർ സൂഫി സംഗീത ഗ്രൂപ്പ് ഫെബ്രുവരി 19-ന് ചാവക്കാട് നഗര ചതുരത്തിൽ സംഗീത പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ മാനവിക വേദിയുടെയും ചാവക്കാട് ഘരാനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നഗരസഭയുടെ സഹകരണത്തോടെയാണ് സംഗീതയാത്ര സംഘടിപ്പിക്കുന്നത്. അക്കാദമീഷ്യൻ, സംഗീത സംവിധായകൻ, ഗായകൻ, ഗ്രന്ഥകാരൻ, സിനിമാ ചിഹ്ന ശാസ്ത്ര സൈദ്ധാന്തികൻ എന്നീ നിലകളിലൊക്കെ വിഖ്യാതനായ ഡോക്ടർ മദൻ മോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ദീപക് കാസ്റ്റലിനോ, പ്രീതം ഘോഷാൽ, അംജദ് ഖാൻ എന്നിവരാണ് ചാറിയാർ സൂഫി സംഗീത ബാൻഡിലെ കലാകാരന്മാർ. കഴിഞ്ഞ 4 നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയിലും യൂറോപ്പിലെയും അമേരിക്കയിലെയും പ്രമുഖ കേന്ദ്രങ്ങളിലും ചാറിയാർ സംഗീതയാത്ര അരങ്ങേറിയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ 4 ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സംഗീതയാത്രയിൽ തൃശൂർ ജില്ലയിലെ പരിപാടിയാണ് ചാവക്കാട് ഘരാന സംഘടിപ്പിക്കുന്നത്. ചാറിയാർ സംഗീതയാത്രയുടെ പ്രചരണ ധനസമാഹരണാർത്ഥം ചാവക്കാട് ഘരാന ശനിയാഴ്ച വൈകിട്ട് ചങ്ങാതിക്കുറി സംഘടിപ്പിച്ചിട്ടുണ്ട്. രക്ഷാധികാരി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പ്രസിഡന്റ് KA മോഹൻദാസ്, സെക്രട്ടറി TC കോയ, PK അൻവർ, AH അക്ബർ, KV രവീന്ദ്രൻ, അബ്ദുൾ കബീർ മുച്ചിങ്ങൽ, ചന്ദ്രൻ പാവർട്ടി, അജിതാരാജ് വടക്കുംപാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനം ചുറ്റുമതിൽ കെട്ടി വേർതിരിച്ച് സംരക്ഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി ക്ഷേത്ര മൈതാനി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. മൈതാനം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചെറിയ രീതിയിൽ മതിൽ കെട്ടി പൊതുസ്ഥലവും മൈതാനവും വേർതിരിച്ച് കാണത്തക്ക രീതിയിലാക്കണമെന്നും കൂടാതെ ക്ഷേത്ര മൈതാനത്തോട് ചേർന്നുള്ള താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ക്ഷേത്ര വരുമാനം ഉപയോഗിച്ച് ഇതിനുള്ള പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഹിന്ദു ഐക്യവേദി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ എറവക്കാട്, താലൂക്ക് സെക്രട്ടറി സജീന്ദ്രൻ, മറ്റ് ഭാരവാഹികൾ, ക്ഷേത്ര വിശ്വാസികളായ 50ഓളം പ്രവർത്തകർ തുടങ്ങിയവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. റോഡുമായി യാതൊരു വിധത്തിൽ അതിനെ കെട്ടിപ്പിടിച്ച് സംരക്ഷിക്കാനുള്ള ഒരു വഴിയുണ്ടാക്കി.
അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഏത് നേരത്ത് വേണമെങ്കിൽ ഇവിടെ കയറാം, ഏത് വിധത്തിൽ വേണമെങ്കിൽ ഇടപെടാം. അപ്പോൾ വളരെ കാര്യം, ഇത് പ്രൈവറ്റ് ട്രസ്റ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ പ്രൈവറ്റ് ട്രസ്റ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളവരോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്, ഇത് സൈഡ് കെട്ടിയിട്ട് ഈ മൈതാനവും റോഡും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് ചുറ്റുമതിലെങ്കിലും അതിനുണ്ടാക്കണം. അതിനുള്ള വരുമാനം ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അത് ചുറ്റുമതിൽ കെട്ടി വേർതിരിക്കണം. പക്ഷേ ക്ഷേത്ര മൈതാനം എന്നുള്ളത് അത് സുരക്ഷിതമാക്കി അത് അടുത്ത തലമുറയ്ക്ക് ഇതേപോലെ നിലനിൽക്കേണ്ടതാണ്. അപ്പം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ഇത് നേതൃത്വം കൊടുക്കും. കേച്ചേരി പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് മുന്നോടിയായി പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ചൂണ്ടൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. ഏകദേശം 4 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ കേച്ചേരി പാലം ഗതാഗതത്തിനായി നാളിതുവരെയായും തുറന്നുകൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പാലം നിർമ്മാണത്തിനൊപ്പം അപ്രോച്ച് റോഡ് നിർമ്മിക്കാതിരുന്നതാണ് ഇത്തരം സാഹചര്യത്തിന് വഴിയൊരുക്കിയത്. പൊതുമരാമത്ത് പാലം വിഭാഗത്തിന്റെ ഗുരുതരമായ വീഴ്ചയാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിന് തടസ്സമായത്. പാലത്തിനുവേണ്ടി ആദ്യം നിശ്ചയിച്ചിരുന്ന മാതൃകയിൽ നിന്ന് രൂപമാറ്റം വരുത്തിയതിനാൽ എസ്റ്റിമേറ്റ് തുകയേക്കാൾ ബജറ്റ് കൂടിയതോടെ റോഡ് നിർമ്മിക്കാൻ കഴിയാതെ പോയെന്നാണ് PWD പാലം വിഭാഗം ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. എന്നാൽ ഈ വിശദീകരണത്തെ യോഗത്തിൽ MLA ചോദ്യം ചെയ്തു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് ഗതാഗതത്തിന് ഉപകരിക്കാത്ത ഇത്തരത്തിലൊരു പാലം നിർമ്മിക്കുന്നതിന് കാരണമായതെന്നും MLA പറഞ്ഞു. പാലം പണിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി മന്ത്രിയുടെ ബന്ധപ്പെടുമ്പോഴാണ് പാലത്തിനപ്പുറത്ത് നടക്കാൻ പോകില്ല. അതിന് ചോദിക്കണം, നിങ്ങൾ കച്ചേരി കടവും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാം. എൻ്റെ ഒരു ഇതിൽ ഇതുപോലെ പാലം പണി ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് പൊതുമരാമത്ത് മന്ത്രിയുടെ സംസാരിച്ചപ്പോൾ റോഡിനായി ഏറ്റെടുക്കേണ്ട സ്ഥലം റവന്യൂ വകുപ്പ് അടയാളപ്പെടുത്തിയിട്ടും വീഴ്ചയുണ്ടായത് ഗൗരവതരമാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് MLA ബോധ്യപ്പെടുത്തി. തുടർന്ന് പാലവും അപ്രോച്ച് റോഡിന് ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളും MLAയും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസനുൽ ബന്ന, സുനിത ഉണ്ണികൃഷ്ണൻ, KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ IS മൈഥിലി, പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VD ഹരിത, അസിസ്റ്റന്റ് എഞ്ചിനീയർ VN ദീപ, ഓവർസിയർ നിവിയ വിൻസെന്റ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പാലത്തിലും റോഡിനായി ഏറ്റെടുക്കേണ്ട സ്ഥലത്തും നടത്തിയ പരിശോധനയിൽ ചൂണ്ടൽ, എരനെല്ലൂർ വില്ലേജുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ചാവക്കാട് മത്സ്യഭവന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. NK അക്ബർ MLA കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. KSDCA റീജിയണൽ മാനേജർ KB രമേശ് പദ്ധതി വിശദീകരണം നടത്തി. തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മജീദ് പോത്തുന്നൂരൻ, നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക്ക്, 23-ാം വാർഡ് കൗൺസിലർ PK കബീർ, ചാവക്കാട് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ R രേഷ്മ നായർ, മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. മത്സ്യബന്ധന മേഖലയിൽ പുതിയ സാധ്യതകൾ കണ്ടെത്താൻ കെട്ടിടം സഹായകരമാകും. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചൂണ്ടൽ പഞ്ചായത്തിൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ 10:30 വരെ സംസ്ഥാന പാതയിൽ മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള മേഖലയിലാണ് മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. യജ്ഞത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ 17 വാർഡുകളിലും പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടന്നു. രാവിലെ 8 മണി മുതൽ 10:30 വരെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ചൂണ്ടൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ചേലോടെ ചൂണ്ടൽ പദ്ധതി പ്രകാരമാണ് മെഗാ ശുചീകരണ യജ്ഞം നടത്തിയത്. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, അങ്കണവാടി ജീവനക്കാർ, ആശാപ്രവർത്തകർ, തൊഴിലുറപ്പംഗങ്ങൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. മെഗാ ശുചീകരണ യജ്ഞത്തിന്റെ സമാപനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, സെക്രട്ടറി KE ഉണ്ണി, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ എന്നിവർ സംസാരിച്ചു. വേലൂർ മണിമലർക്കാവ് കുംഭഭരണി കുതിരവേലയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. മാർച്ച് 2, 3, 4, 5 തീയതികളിലായിട്ടാണ് കുതിരവേല ആഘോഷിക്കുന്നത്. കുംഭമാസത്തിലെ രേവതി, അശ്വതി, ഭരണി, കാർത്തിക നാളുകളിലാണ് വേല നടക്കുക. വേലയുടെ ഭാഗമായ പറപ്പുറപ്പാട് 18-ന് രാത്രി 8-ന് ആരംഭിക്കും. 18 കാവുകളിൽ പറയെടുപ്പിന് ശേഷം ഭരണി നാളിൽ നടക്കൽ പറയ്ക്കും ശേഷം കുറൂർ മനപ്പറമ്പ് പറയോടുകൂടി സമാപിക്കും. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 27-ന് നൃത്ത സംഗീത വരുന്ന, 28-ന് ഡാൻസ് ധമാക്ക, മാർച്ച് 1-ന് പോർക്കളം ഫോക്ക് മെഗാ ഷോ, 2-ന് ഗാനമേള എന്നിവ നടക്കും. 3-നും 4-നും വിവിധ ദേശക്കാരുടെ കുതിരവരവും, 5-ന് കൂട്ടി എഴുന്നള്ളിപ്പും നടക്കും. 10ാം ക്ലാസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുരുവായൂർ പൂക്കോട് മഞ്ഞക്കാട്ട് സജീവ് രതി ദമ്പതികളുടെ മകൾ ദേവികയെയാണ്
തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊഴിയൂർ സെന്റ് ജോർജ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഗുരുവായൂർ പോലീസും സയന്റിഫിക് അസിസ്റ്റന്റും സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ദിൽജിത്ത് സഹോദരനാണ്. വാഗ അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം ആഘോഷിച്ചു. രാവിലെ നട തുറന്ന ശേഷം വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് പൊങ്കാല സമർപ്പണം, നടക്കൽപ്പറ എന്നീ ചടങ്ങുകളുണ്ടായി. വൈകിട്ട് കണ്ണംകുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് താലം എഴുന്നള്ളിപ്പ്, ഗുരുതി എന്നിവയും ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ടും നടന്നു. ക്ഷേത്ര മേൽശാന്തി മംഗലത്ത് മനയിൽ അനിൽ നമ്പൂതിരി, ക്ഷേത്ര കോമുരം ഗിരീഷ് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ രമാകുറുപ്പ്, പി ശിവശങ്കരൻ, ശ്രീകുമാർ വാഗ, ബാലചന്ദ്രൻ PC, ശശി, പ്രദീപ്, രാജീവ് മണികണ്ഠൻ, MN രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. സ്നേഹിക്കുന്നവർക്ക് എന്നും പ്രണയദിനമാണ്. പ്രണയത്തിനായി പ്രത്യേക ദിവസം വേണ്ടെന്നൊക്കെ ചിലർ വാദമുയർത്തിയാക്കാമെങ്കിലും പ്രണയികൾക്ക് ഒന്നുകൂടി തങ്ങളുടെ പ്രണയത്തെ കരുതലോടെ ചേർത്ത് പിടിക്കാനുള്ള അവസരം കൂടിയാണ് വാലന്റൈൻസ് ദിനം. പ്രണയം തുറന്നു പറഞ്ഞും ഗിഫ്റ്റുകൾ കൈമാറിയും ഒന്നിച്ച് ദിനം ചെലവഴിച്ചും വാലന്റൈൻ ദിനം എല്ലാ തലമുറകളിൽപ്പെട്ടവരും ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ പ്രണയദിനം ആചരിച്ചു തുടങ്ങിയതിനു പിന്നിലെ കഥ പലരും കേട്ടുകാണില്ല. വിവാഹം നിരോധിച്ചപ്പോൾ പ്രണയിക്കുന്നവരെ ഒന്നിപ്പിക്കുവാൻ മുൻകൈയെടുത്ത വാലന്റൈൻ ബിഷപ്പിന്റെ കഥയാണത്. ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേയുള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി. അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു. പക്ഷേ റോമിലെ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കുവാൻ തുടങ്ങി. വിവരമറിയാനിടയായ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു. ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി. ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് കാഴ്ചശക്തി ലഭിച്ചു. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈൻ്റെ തലവെട്ടാൻ ആജ്ഞ നൽകി. തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് വെച്ചു. അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 14 വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ഇടവഴിയിൽ നിന്ന് പ്രണയപൂർവ്വം നോട്ടമെറിയുകയും പുസ്തകത്താളിൽ കത്തുകൾ ഒളിപ്പിച്ച് കൈമാറുകയും ചെയ്തിരുന്ന കാലത്തിൽ നിന്ന് പ്രണയത്തിൻ്റെ രീതിശാസ്ത്രത്തിന് ഏറെ പരിണാമം സംഭവിച്ചു. കാഷ്വൽ, കമ്മിറ്റഡ്, ഓപ്പൺ റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ് തുടങ്ങി 100 പേരാണ് പുതുതലമുറയുടെ ബന്ധങ്ങൾക്ക്. പേരെന്തു തന്നെയായാലും പ്രണയത്തിൽ സ്നേഹത്തിനും കരുതലിനും അല്പം പിണക്കത്തിനുമൊക്കെയേ സാന്നിധ്യമുള്ളൂ. എന്നാൽ പ്രണയനൈരാശ്യവും പ്രണയനിരാസവും അംഗീകരിക്കാനാവാത്ത ചിലർ അതിക്രൂരമായി പകവീട്ടുന്ന, പലപ്പോഴും ജീവനെടുക്കുന്ന വാർത്തകളാണ് ഇന്നു നാം പലപ്പോഴും കാണുന്നത്. സ്നേഹിക്കുന്നവരെ ദ്രോഹിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയെ ഒരിക്കലും പ്രണയമെന്ന പേരിട്ട് വിളിക്കാൻ കഴിയില്ല. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നതിനേക്കാൾ മനോഹരമായ മറ്റൊരു വികാരമില്ല എന്നാണ് പറയാറുള്ളത്. ഉപാധികളില്ലാതെ പരസ്പരം പ്രണയിക്കുന്നവരാകട്ടെ ലോകത്തിലെ എല്ലാ പ്രണയികളും. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും ചൊവ്വന്നൂർ BRCയും ചേർന്ന് നഗരസഭാ പരിധിക്കുള്ളിലെ SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൊവ്വന്നൂർ BRC ട്രെയിനർ CC ഷെറി, ഷമീർ ഇഞ്ചിക്കാലയിൽ, സിസ്റ്റർ സ്റ്റാർലിറ്റ് എന്നിവർ സംസാരിച്ചു. സെയ്ദ് ഹാരിസ് ക്ലാസിന് നേതൃത്വം നൽകി. വിജയശതമാനം വർദ്ധിപ്പിക്കുവാനും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിജയം കരസ്ഥമാക്കാനുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും ചൊവ്വന്നൂർ BRCയും ചേർന്ന് വിവിധ സ്കൂളുകളിലേക്ക് ആവശ്യമുള്ള വിധത്തിലുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ 2024-2025 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി കൃഷി മൺചട്ടിയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കണ്ടാനശ്ശേരി കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ ഗായത്രി രാജശേഖരൻ പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ്, AA കൃഷ്ണൻ, TO ജോയ്, ശരത് രാമനുണ്ണി, രമ ബാബു, KK ജയന്തി, ഷീബ ചന്ദ്രൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനൂപ് എന്നിവർ സംസാരിച്ചു. 1 ലക്ഷം രൂപ വകയിരുത്തി പഞ്ചായത്തിലെ 66 ഗുണഭോക്താക്കൾക്കാണ് മൺചട്ടിയും പച്ചക്കറി തൈകളും വിതരണം ചെയ്തത്.
വയറിംഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സിവിൽ കോൺട്രാക്ടർമാർ ഇലക്ട്രിക് വയറിംഗ് ജോലി ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന പ്രവണത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് EWSA കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കുന്നംകുളം KSEB ഡിവിഷൻ ഓഫീസിന് മുൻപിൽ ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം MA വിൽസൺ അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം മണികണ്ഠൻ പെരുമ്പിലാവ്, ജില്ലാ കമ്മിറ്റി അംഗം KN നിഖിൽ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ചമ്മന്നൂർ സ്റ്റുഡൻസ് ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാറ്റിവെച്ച രണ്ടാമത് ജമാൽ മെമ്മോറിയൽ ഇന്റർ കോളേജിയറ്റ് വോളിബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 16 വൈകിട്ട് 5:30 അമൽ ഇംഗ്ലീഷ് സ്കൂൾ ചമ്മന്നൂർ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PMM സ്പോർട്സ് ക്ലബ് സ്പോൺസർ ചെയ്യുന്ന ക്രിസ്റ്റി കോളേജ് ഇരിങ്ങാലക്കുട, പ്രിന്ററി ചമ്മന്നൂർ സ്പോൺസർ ചെയ്യുന്ന സേക്രഡ് ഹാർട്ട് കോളേജ് തേവര, യൂത്ത് വിംഗ് ആറ്റിപ്പുറം സ്പോൺസർ ചെയ്യുന്ന SNGC ചേലന്നൂർ, മദേഴ്സ് ഫുഡ് മാള സ്പോൺസർ ചെയ്യുന്ന ഹോളി ഗ്രേസ് ഹോളി അക്കാദമി മാള എന്നിങ്ങനെ 4 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. കൂടാതെ ഫൈനലിന് മുമ്പ് വെറ്ററൻസ് ചമ്മന്നൂർ, തിരൂർ, പെല്ലിശ്ശേരി PFAയും തമ്മിൽ സൗഹൃദ പ്രദർശന മത്സരവും ഉണ്ടായിരിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, അമൽ ഇംഗ്ലീഷ് സ്കൂൾ ചെയർമാൻ AK അലി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ റിട്ടയർഡ് പ്രൊഫസർ IP അബ്ദുൾ റസാഖ്, അമൽ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുക്കും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന 5 പേരെ ചടങ്ങിൽ ആദരിക്കും. ഭാരവാഹികളായ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അസ്കർ അറക്കൽ, സ്റ്റുഡന്റ് ക്ലബ് പ്രസിഡന്റ് ജമാൽ വലിയകത്ത്, ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ PM സൈനുദ്ദീൻ, ബാപ്പു വലിയകത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ മെയ് 22 നിശ്ചയിച്ച രണ്ടാമത് വോളിബോൾ ടൂർണമെന്റ് അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി മത്സരത്തിന് ഒരുങ്ങുന്നതിനിടയിലാണ് പ്രതികൂലമായ സാഹചര്യത്തിന്റെ പേരിൽ ടൂർണമെന്റ് മാറ്റിവെക്കേണ്ടി വന്നത്. വേലൂർ കിരാലൂർ ശിവക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവം നടന്നു. തന്ത്രി ആലപ്പാട്ട് അക്ഷയ് ശ്രീധർ നമ്പൂതിരി, മേൽശാന്തി അമൽ എന്നിവർ ചേർന്ന് ആറാട്ടിനെ കാർമ്മികത്വം വഹിച്ചു. പിന്നീട് അന്നദാനവും ഉപദേശക സമിതി നേതൃത്വത്തിൽ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസർ സുരേഷ്, ഉപദേശക സമിതി പ്രസിഡന്റ് സുധീഷ്, സെക്രട്ടറി ഹരീഷ് എന്നിവരും മറ്റ് കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. സംസ്ഥാന പാതയിൽ കടവല്ലൂർ പാടശേഖരത്തിന് കുറുകെയുള്ള പാലത്തിന്റെ അടിഭാഗം ദ്രവിച്ചു തുടങ്ങി. 60 വർഷത്തോളം മുൻപ് നിർമ്മിച്ച പാലമാണ് ജീർണാവസ്ഥയിലായത്. പല ഭാഗത്തും കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തുവന്ന നിലയിലാണ്. കമ്പികളിൽ തുരുമ്പ് ബാധിച്ചിട്ടുണ്ട്. ഹൈവേയിൽ മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിൽ ഉൾപ്പെടുന്ന വിധത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പാലത്തിന്റെ വീതിയും കൂട്ടിയിരുന്നു. പഴയ പാലം നിലനിർത്തിയാണ് അന്ന് നവീകരണം നടത്തിയത്. പുതുതായി നിർമ്മിച്ച ഭാഗത്ത് പ്രശ്നങ്ങളില്ല. കാലപ്പഴക്കമാണ് പാലം ജീർണിക്കാൻ കാരണമെന്ന് കരുതുന്നു. 60 വർഷത്തിനിടയിൽ ഒട്ടേറെ തവണ സംസ്ഥാനപാത നവീകരണം നടത്തിയിട്ടുണ്ടെങ്കിലും പാലത്തിന്റെ കേടുപാടുകൾ കണ്ടെത്താനുള്ള പരിശോധനകളൊന്നും നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. തോട്ടിലെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളും തകരാറിലാണ്. ഇതുമൂലം കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ട്. കൊള്ളഞ്ചേരി, കടവല്ലൂർ എന്നീ പാടശേഖരങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ക്രമീകരിക്കുന്ന വിധത്തിൽ സ്ലോയിസ് സംവിധാനത്തോടെ പാലം പുതുക്കിപ്പണിയണമെന്നാണ് ആവശ്യം. ഈ ആവശ്യമുന്നയിച്ച് പ്രദേശവാസികൾ നവകേരള സദസ്സിൽ പരാതിയും നൽകിയിരുന്നു. പോർക്കുളം തിരുത്തിക്കാട് ബണ്ടിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നത് മലിനജലം. ബണ്ടിലെ ചോർച്ച മൂലം തോട്ടിലേക്ക് ഒഴുകുന്ന വെള്ളമാണ് കറുത്തു നിറത്തിലുള്ളത്. ബണ്ടിലേക്ക് മാലിന്യം ഒഴുകിയെത്താത്തതാണ് പ്രശ്നമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണുവാനും കൃഷിക്ക് വെള്ളം ശേഖരിക്കാനുമാണ് ബണ്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് നിറയ്ക്കുന്നത്. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പാടശേഖരങ്ങളിലേക്ക് മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നതോടെ വെള്ളം മലിനമാവുകയാണ്. ബണ്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പല ഭാഗങ്ങളിലും പാട കെട്ടിയ പോലെയാണുള്ളത്. ബണ്ടിലേക്ക് മാലിന്യങ്ങൾ എത്തുന്നത് തടയണമെന്ന് കർഷകരും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. പെങ്ങാമുക്ക് ഷട്ടിൽ ഫ്രണ്ട്സ് പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപത്തുള്ള സിന്തറ്റിക് ഇൻഡോർ കോർട്ടിൽ ഫെബ്രുവരി 22 ശനിയാഴ്ച ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഷട്ടിൽ ഫ്രണ്ട്സിന്റെ ഇൻഡോർ കോർട്ടിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ താമസിക്കുന്നവർക്കും മത്സരിക്കാം. വിജയികൾക്ക് 5001 രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും, റണ്ണേഴ്സ് അപ്പിന് 3001 രൂപയും ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഫെബ്രുവരി 15-നകം രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 27 410, മറ്റൊരു നമ്പർ 94 46 04 29 44, മറ്റൊരു നമ്പർ 93 88 08 88 22. അങ്ങോട്ട് പാറപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ SSK ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ചുറ്റുമതിൽ, ഭിന്നശേഷി ടോയ്ലറ്റ്, ബോയ്സ് ടോയ്ലറ്റ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു.
8,60,60,000 രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ മണി മുഖ്യാതിഥിയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, പഞ്ചായത്ത് അംഗം ഗഫൂർ കടങ്ങോട്, പ്രധാനാധ്യാപിക VG പ്രമീള, PTA പ്രസിഡന്റ് CK രമേശ് എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ പുൽവാമ ഭീകരാക്രമണം നടന്നിട്ട് 6 വർഷം പിന്നിടുന്നു. ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരെ വേദനയോടെ രാജ്യം ഓർമ്മിക്കുന്നു. മലയാളി സൈനികൻ VV വസന്തകുമാർ അടക്കം 40 CRPF ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ഫെബ്രുവരി 14 വൈകിട്ട് 3:15 പുൽവാമയിൽ ലോകത്തെ തഞ്ഞി ഞെട്ടിച്ച ഭീകരാക്രമണം നടന്നത്. 2547 CRPF ജവാന്മാർ 78 വാഹനങ്ങളിലായി ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോഴാണ് സംഭവം. പുൽവാമ ജില്ലയിലെ അവന്തിപ്പോരയ്ക്ക് സമീപം എത്തിയപ്പോൾ 100 കിലോ സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ ജീപ്പ് ചാവേർ ഭീകരൻ പട്ടാള വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചുകയറ്റുകയായിരുന്നു. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ആത്മശാന്തിക്കായി കൃത്യം 12 ദിവസങ്ങൾക്കു ശേഷം ഇന്ത്യ തിരിച്ചടിച്ചു. ഫെബ്രുവരി 26 പുലർച്ചെ ഇന്ത്യൻ വ്യോമസേനയുടെ ജെറ്റുകൾ പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ പറന്നെത്തി. ബാലാകോട്ട് ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ പ്രത്യാക്രമണം നടത്തി. 300-ലധികം ഭീകരരെയാണ് ഇന്ത്യൻ സൈന്യം വധിച്ചത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അഹ്സർ ഉൾപ്പെടെ 19 പേർക്കെതിരെ 2020 ഓഗസ്റ്റിൽ NIA 13,500 പേജുള്ള കുറ്റപത്രം പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു. മസൂദ് അസ്ഹറിനെ UN രക്ഷാസമിതി ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. പുൽവാമ അനുസ്മരണ ദിനത്തിൽ ധീരജവാന്മാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റു നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. സൈനികർ രാജ്യത്തിനായി നടത്തിയ അചഞ്ചലമായ സമർപ്പണത്തെ സമൂഹമാധ്യമമായ Xൽ പങ്കുവച്ച പോസ്റ്റിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. 2019 പുൽവാമയിൽ നമുക്കുവേണ്ടി ജീവൻ വെടിഞ്ഞ ധീരരായ വീരന്മാർക്ക് ആദരാഞ്ജലികൾ. വരും തലമുറകൾ അവരുടെ ത്യാഗവും രാഷ്ട്രത്തോടുള്ള അചഞ്ചലമായ സമർപ്പണവും ഒരിക്കലും മറക്കരുത് എന്നാണ് പ്രധാനമന്ത്രിയുടെ പോസ്റ്റ്. മാറഞ്ചേരി പഞ്ചായത്ത് 2025-2026 വർഷത്തെ വികസന സെമിനാർ വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. കരിങ്കലത്താണി മദർ പ്ലാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന മുഹമ്മദ് അലി വിഷയാവതരണവും പദ്ധതി രേഖയും അവതരിപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി T മണികണ്ഠൻ ധനകാര്യ വിശകലനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കരട് പദ്ധതി രേഖ വിശകലനം ചെയ്തു. കൺവീനർമാർ ഓരോ വിഷയ മേഖലയുടെയും ക്രോഡീകരണം നടത്തി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലൈഫ് ഭവന നിർമ്മാണത്തിനും മാലിന്യ സംസ്കരണത്തിനും മുന്തിയ പരിഗണന നൽകിക്കൊണ്ടുള്ള കരട് പദ്ധതി രേഖയാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് സ്വാഗതവും ജൂനിയർ സൂപ്രണ്ട് K ഹാരിസ് നന്ദിയും പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഹരിതകർമ്മസേന ഫീസ് മാലിന്യത്തോതനുസരിച്ച് ക്രമീകരിക്കുക, തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ട്രേഡ് ലൈസൻസ് പുതുക്കുന്നതിൽ അനാവശ്യമായ നിബന്ധനകൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹരിതകർമ്മസേന യൂസർ ഫീ വ്യാപാര സ്ഥാപനത്തിനനുസരിച്ച് കുറയ്ക്കുക, ലൈസൻസ് നിബന്ധനകൾ ലഘൂകരിക്കുക, തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആൽഫ ബിജു അധ്യക്ഷനായി. സെക്രട്ടറി ഫസലു റഹീം, ട്രഷറർ സുമേഷ് കാഞ്ഞിരക്കോട്, ശ്രീജൻ കടങ്ങോട്, റോബർട്ട് ഇടപ്പള്ളി, നീതു വസന്ത, KC ഡേവിസ്, സ്റ്റീഫൻ കുണ്ടന്നൂർ എന്നിവർ സംസാരിച്ചു. ആൽത്തറ അണ്ടത്തോട് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പുന്നയൂർക്കുളം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. പുന്നയൂർക്കുളം പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ ധർണ ജില്ലാ ഭരണസമിതി മെമ്പർ MV ജോസ് ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ, ട്രഷറർ VK അബ്ദുൾ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഷാലിമാർ മുഹമ്മദ് അലി സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ അരവിന്ദാക്ഷൻ നന്ദിയും പറഞ്ഞു. ആൽത്തറയിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള പ്രകടനത്തിന് ഭരണസമിതി അംഗങ്ങളായ ശ്രീനിവാസൻ, പ്രമോദ്, സന്തോഷ്, ഷംസു, സജീഷ്, ജമാൽ എന്നിവർ നേതൃത്വം നൽകി. ഈ ആവശ്യങ്ങളടങ്ങിയ നിവേദനം ഭാരവാഹികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകി.
വയലത്തൂർ വടക്കേക്കാട് 500 യൂണിറ്റുകൾ സംയുക്തമായി വടക്കേക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നായരങ്ങാടി കയറ്റത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തോടുകൂടിയ പ്രതിഷേധ ധർണ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. വയലത്തൂർ നായരങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഷാജൻ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. 500 യൂണിറ്റ് പ്രസിഡന്റ് ലിയോൺ, യൂണിറ്റ് ട്രഷറർ രാജു, വയലത്തൂർ യൂണിറ്റ് സെക്രട്ടറി റോയ് പാലത്തിങ്കൽ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുനിൽ വയലത്തൂർ എന്നിവർ സംസാരിച്ചു. കരിക്കാട് അല്ലമിൻ സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ഫറാഷ 2025 എന്ന പേരിൽ നടന്ന 35ാമത് സ്കൂൾ വാർഷികാഘോഷം KSEB ചീഫ് വിജിലൻസ് ഓഫീസർ BK പ്രശാന്തൻ കനി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ മാനേജർ MM അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ VB അബ്ദുൽ നാസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ മുഖ്യാതിഥിയായി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിതാകുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. കലാകായിക പഠന മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. തുടർന്ന് നടന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം മുഹമ്മദ് യാസിൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾക്ക് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ ഗനി, PTA പ്രസിഡന്റ് ജമാൽ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് GCC ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന 2ാമത് അഖില കേരള സെവൻസ് ഫ്ലഡഡ് ഫുട്ബോൾ ടൂർണമെന്റിലെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. സ്കൂൾ മൈതാനത്ത് സ്റ്റേഡിയം വന്നതിനു ശേഷം നടക്കുന്ന 2ാമത് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിനുള്ള ജനകീയ പങ്കാളിത്തവും ശ്രദ്ധേയമാണ്. കാൽപന്തുകളിയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന നാട്ടിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ ഇരു ടീമുകൾക്കും വാദ്യമേളങ്ങളും തിരമാലകളായി ഉയർന്ന കാണികളുടെ കയ്യടികളും നൽകുന്ന മികച്ച പിന്തുണ കളിക്കാർക്ക് ഇരട്ടി ആവേശമായി. ആദ്യ സെമിയിൽ ഫ്രണ്ട്സ് കുന്നംകുളം ബോയ്സ് ഓൺ തവനൂരുമായി ഏറ്റുമുട്ടും. ശനിയാഴ്ച നടക്കുന്ന 2ാം സെമിയിൽ ഡീഗോ കരിമിനക്കുന്നും പവർ ബോയ്സ് പുതിലിപ്പുറവും തമ്മിലാണ് മത്സരം. സെമി ഫൈനൽ മത്സര വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിലെത്തും. ടൂർണമെന്റിന് സംഘാടക സമിതി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ, കൺവീനർ ഷാജഹാൻ നാലകത്ത്, കോർഡിനേറ്റർമാരായ ശ്രീരാഗ് അമ്പാടി, AM ഇക്ബാൽ, ട്രഷറർ ജിജു ജേക്കബ്, GCC ഭാരവാഹികളായ റോബർട്ട് തമ്പി, CV മണികണ്ഠൻ, നൌഷാദ് മുക്കൂട്ട, മഹാത്മാ ചെയർമാൻ ബാബു നാസർ എന്നിവർ നേതൃത്വം നൽകുന്നു. കുന്നംകുളം YWCയുടെ ആഭിമുഖ്യത്തിൽ സെയിൽ 2025 സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച YWCA ഗ്രൗണ്ടിൽ നടക്കുന്ന സെയിൽ ബദനി മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC ഉദ്ഘാടനം ചെയ്യും. സംഘടനാ പ്രസിഡന്റ് പ്രിയ ജെന്നി അധ്യക്ഷത വഹിക്കും. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഉണ്ടാകും. വാർത്തകളിലേക്ക്. അക്കിക്കാവിൽ പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ സംസ്കരണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. രുചി കാറ്ററിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സെമിനാറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും ആവശ്യകതയെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ നമ്മുടെ നാടും മാലിന്യവും എന്ന വിഷയത്തിൽ പരിസ്ഥിതി സ്നേഹിയും സിനിമാ ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദ് സംസാരിച്ചു. വീടുകളിലും ഭക്ഷണശാലകളിലും ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ വളമായി ഉപയോഗിക്കുന്നതിനെ പറ്റിയും പുതിയ കൃഷിരീതികളെക്കുറിച്ചും കർഷകശ്രീ അവാർഡ് ജേതാവ് M ബാലാജി വിശദീകരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത്, പോർക്കുളം പഞ്ചായത്ത് അംഗം രേഖ, കടവല്ലൂർ പഞ്ചായത്ത് അംഗം ഗിരിജ, ഡോക്ടർ ബാജി, ബാബു മങ്ങാടൻ, അബ്ബാസ്, സഹീർ, റഹീമ ഹാറൂൺ, അഫ്സൽ, ജമീല തുടങ്ങിയവർ പങ്കെടുത്തു. വിപണി. കുന്നംകുളം പാറയമ്പാടത്ത് വൃന്ദാവൻ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം പാറയമ്പാടത്ത് ചിക്ചിക്കിന് സമീപമാണ് വൃന്ദാവൻ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം കുന്നംകുളം നിയോജകമണ്ഡലം MLA AC മൊയ്തീൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ റീജ, സ്ഥാപനോടമകൾ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവയിലെല്ലാം നൂതന രുചിക്കൂട്ടുകൾ ആസ്വദിക്കാം. ശുദ്ധമായ വെജിറ്റേറിയൻ വിഭവങ്ങൾ രുചിയോടെ വിളമ്പുന്നതിനൊപ്പം ഹൈജീനിക്കും ഇവിടുത്തെ പ്രത്യേകതയാണ്. വ്യത്യസ്ത സ്വാദോടുകൂടിയ വെറൈറ്റി വിഭവങ്ങൾ ഭക്ഷണപ്രേമികൾക്കായി ഒരുക്കിയിരിക്കുന്നു. രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ റെസ്റ്റോറന്റ് പ്രവർത്തിക്കും.
വൃന്ദാവൻ പ്യുർ വെജ് റെസ്റ്റോറന്റ് നിയർ ചിക് ചിക്, പാറേമ്പാടം, കുന്നംകുളം. ഫോൺ 7558081313 7025001040. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് PG ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വാൻഗാർഡ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ആടുജീവിതം സിനിമയിലെ കഥാനായകൻ നജീബ് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. പട്ടുറുമാൽ കോർഡിനേറ്ററും ഗായകനുമായ അഹമ്മദ് മുഖ്യാതിഥിയായി. കോളേജ് പ്രിൻസിപ്പൽ J. ഫരീദ അധ്യക്ഷയായി. ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, കോളേജ് വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്, ജേർണലിസം വകുപ്പ് മേധാവി N. നിഷാന, മലയാളം വിഭാഗം അധ്യാപിക ഗ്രീഷ്മ രവീന്ദ്രൻ, ലൈബ്രറിയൻ C. യഹിയ എന്നിവർ സംസാരിച്ചു. മീഡിയ മീറ്റ് കോർഡിനേറ്റർ CV സജില സ്വാഗതവും ജേർണലിസം വിഭാഗം അധ്യാപിക നിർമാല്യ T. സുന്ദർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആടുജീവിതം, പല്ലോട്ടി, 90s കിഡ്സ് എന്നീ സിനിമകളുടെ പ്രദർശനവുമുണ്ടായി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7980 രൂപ, സ്വർണം പവന് 63,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ചരമം ഗുരുവായൂർ ഇരിങ്ങപ്പുറം വടക്കൻ ചാക്കുണ്ണി മകൻ തോമസ് നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. സിസിലിയാണ് ഭാര്യ. ലിസി ക്ലീറ്റസ് സിസ്റ്റർ, ടോം തേരസ്, ലിജി വിജു, ലിയ ജോഷി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിനായി ഗുരുവായൂർ ഒരുങ്ങി. ആഘോഷം ഫെബ്രുവരി 18-19 തീയതികളിലായി. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രാതിനിധ്യമുണ്ടാകുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് വൈവിധ്യമാർന്ന പരിപാടികൾ. കേരളത്തിന്റെ ആരോഗ്യമേഖല ലോകോത്തര നിലവാരം പുലർത്തുന്നതാണെന്ന് മുരളി പെരുന്നെല്ലി MLA. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രണയദിനത്തിൽ സാന്ത്വനം എന്ന പേരിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബസംഗമം മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരെ, വെറുപ്പിനെതിരെ ഒരുമയുടെ സംഗീതം എന്ന സന്ദേശമുയർത്തി ദില്ലി ആസ്ഥാനമായ ചാറിയാർ സൂഫി സംഗീത ഗ്രൂപ്പ് ഫെബ്രുവരി 19 ചാവക്കാട് നഗരചതുരത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ശനിയാഴ്ച ധനശേഖരണാർത്ഥം ചങ്ങാതിക്കുറി ഒരുക്കുന്നു. സംഗീത സായാഹ്നത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഹരിതകർമ്മസേന ഫീസ് മാലിന്യത്തോതനുസരിച്ച് ക്രമീകരിക്കുക, തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ട്രേഡ് ലൈസൻസ് പുതുക്കുന്നതിൽ അനാവശ്യമായ നിബന്ധനകൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.